ഇനി നമ്മൾ 12 മണിക്ക് വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അതിനു മുൻപ് നല്ല അവസരമാണ്. ഈ പുതുവീഞ്ഞും പുതിയ തോൽക്കുടവുമാണ് വാസ്തവത്തിൽ ഈശോയുടെ സുവിശേഷത്തിൻ്റെ മർമ്മപ്രധാനമായ ഭാഗം. അത് പല വിധത്തിൽ ഈശോ പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പല വിധത്തിൽ നമ്മളിപ്പോൾ കുറേ ഭാഗം മനസ്സിലാക്കി. അതിൽ ഉള്ള ഏറ്റവും വലിയൊരു പ്രയാസം, പഴയ വീഞ്ഞ് കുടിക്കാത്തവരാണെങ്കിൽ ഇത് എളുപ്പം നടക്കും. ഉദാഹരണത്തിന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പുതിയ ക്രിസ്ത്യാനികളോട്, അല്ലെങ്കിൽ ഇന്നലെ സൗമ്യ എന്ന് വെച്ചാൽ അവർക്കൊക്കെ എളുപ്പം മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ അവർ ക്രിസ്ത്യാനികളല്ലായിരുന്നവർക്ക് എളുപ്പം മനസ്സിലാവും. അതാണ്. ക്രിസ്ത്യാനികളായി കുറേ നാൾ ഫരിസേയരായി ജീവിച്ച ആളുകൾക്ക് ഇത് വളരെ ബുദ്ധിമുട്ടാണ്, മനസ്സിലാക്കാനും ബുദ്ധിമുട്ടാണ്, മനസ്സിലായാലും പ്രാവർത്തികമാക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ എന്താണ് ഇതിനൊരു വഴി? ഇതിനൊരു വഴി പുതിയ സൃഷ്ടി ആവുക എന്നുള്ളതാണ് വഴി. പുതിയ സൃഷ്ടി ആവുക എന്നുള്ളതാണ്. പുതിയ സൃഷ്ടിയാകാനായിട്ട് സൃഷ്ടിയായ നമ്മൾക്ക് സ്വയം ഇത് ചെയ്യാൻ പറ്റുമോ? കണ്ടോ, ഇത് വീണ്ടും ഫരിസേയൻ്റെ പ്രവൃത്തിയാണ്. ഫരിസേയന് ഞാൻ ചെയ്താലേ ശരിയാവുള്ളൂ എന്നുള്ള മാതിരിയാണ്. നിന്നോട് എത്ര പ്രാവശ്യം പറയുന്നുണ്ട്, നിനക്കത് ചെയ്തൂടെ? ഇതല്ലേ നമ്മൾ സാധാരണ പറയാറ്. അതൊരിക്കലും ശരിയല്ല എന്നുള്ളതാണ്. ഒരിക്കലും സൃഷ്ടിക്ക്, അതായത് ഒരു മനുഷ്യന് അവനെ മാറ്റാൻ പറ്റില്ല. ഒന്ന് പറഞ്ഞെല്ലാവരും, ഒരു മനുഷ്യന് അവനെ മാറ്റാൻ പറ്റില്ല. ഇപ്പോൾ ഇത് നമ്മൾ കല്യാണം കഴിക്കണേടത്ത് മനസ്സ് മൂടി, ഇവളെ ജീവിതകാലം മുഴുവനിക്കും എൻ്റെ ഭാര്യയായി ഞാൻ സ്വീകരിക്കുന്നു, ഇവനെ ജീവിതകാലം മുഴുവനിക്കും എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. എന്ത് കണ്ടുകൊണ്ടാണ് പറഞ്ഞത്? ഇവൻ പുണ്യാളനായിട്ടാണോ? ആരാണ് ഇവൻ? ഇവനൊരു പച്ച മനുഷ്യൻ. അപ്പോൾ എന്തുദ്ദേശത്തിലാണ് ഈ മനസ്സ് മൂളിയത്? അത് കഴിഞ്ഞ് കാര്യത്തോട് അടുക്കുമ്പോഴല്ലേ, നമ്മുടെ നാട്ടിൽ പറയാറില്ല, അണ്ടിയോട് അടുക്കുമ്പോഴല്ലേ മാങ്ങയുടെ പുളി എന്ന് പറഞ്ഞ മാതിരി ഈ പുളി എരിവൊക്കെ മനസ്സിലാകാൻ തുടങ്ങിയപ്പോഴാണ്, ആഹാ നിങ്ങൾ ഇങ്ങനത്തെ ആളായിരുന്നെങ്കിൽ ഞാൻ കിട്ടൂലായിരുന്നു എന്ന് പറയും ചിലപ്പോൾ. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. പക്ഷെ ഇതാണ് സത്യം. പക്ഷേ അതിൻ്റെ ഇടയിൽ വേറൊരു സത്യമുണ്ട്. ഈ കൂദാശകളെല്ലാം നമ്മളെ വെള്ളം വീഞ്ഞാക്കുന്ന പോലെ രൂപാന്തരീകരിക്കാനുള്ളതാണ്. നമ്മുടെ സ്വന്തം ശക്തിയിലൂടെ അല്ല, കൗദാശികമായ ആ കൃപാവരത്തിൻ്റെ പ്രവൃത്തിയിലൂടെ. ഇപ്പം നമ്മൾ പാടില്ലേ, എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. മതി. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന. അതാണ് മാറ്റിയല്ലേ? ഉണ്ട്. ഇത് ഇന്നലെ ആരോ പറഞ്ഞ മേഴ്സിയല്ലേ പറഞ്ഞത് ഇങ്ങനെ പാട്ട് മാറ്റാന്ന്. ഇപ്പോൾ ഒരു മാറ്റിയല്ലോ, പറഞ്ഞു കൊടുത്തായിരുന്നു. ഒന്ന് പാടി അങ്ങനെ. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. ഒന്നൊരു പാടി. എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന. മനസ്സിലായ? എല്ലാവരും ഒന്ന് പാട്. എനിക്ക് അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ചെന്നെ രക്ഷിക്കും, എന്നെ ചവിട്ടി മെതിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും. എല്ലാം അവിടുന്ന് ചെയ്യണേ. നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ?
നമ്മൾ ചെയ്യേണ്ടത് എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ എന്നോട് കൃപ തോന്നണമേ. നമ്മൾ അതിന് റിസീവറാണ്, നമ്മളൊരു റിസീവിങ് ചെയ്യുന്ന ആളാണിത്. അപ്പോൾ ഇതാണ് കത്തോലിക്ക വിശ്വാസത്തിൻ്റെ ഒരു വളരെ പ്രധാന ഭാഗം. മറ്റ് ക്രിസ്തീയ മതവിഭാഗങ്ങൾ ഇതുപോലെയുള്ള ഒരു കൗദാശികമായ രൂപാന്തരീകരണം അവർക്ക് മനസ്സിലാവുന്നില്ല, അത് വിശ്വസിക്കുന്നില്ല. നമ്മളുടെ വിശ്വാസത്തിൽ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ള വലിയ ഒരു രഹസ്യമാണ്, നിധിയാണ് കൂദാശകൾ. അപ്പോൾ ആ കൂദാശകളിലൂടെയാണ് ഈ പുതിയ സൃഷ്ടി ആകുന്നത്. അപ്പോൾ ഇവിടെയാണ് ഈശോ പറഞ്ഞ അതിൻ്റെ അർത്ഥം, നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല എന്ന് പറയുന്നത്, നിന്റെ പഴയ മനുഷ്യനെ അതിൻ്റെ സകല ചെയ്തികളോടും കൂടി ഉരിഞ്ഞു മാറ്റണം. നിന്റെ പഴയ പടം പോണം, നിനക്കൊരു പുതിയ പടം കിട്ടണം. ഇത് സമാധാനമായിരുന്നുള്ളൂ, ഇത് നമ്മുടെ പ്രവൃത്തിയല്ല. ഇതാരുടെ പ്രവൃത്തിയാണ്? പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. ഇത് നമ്മൾ ഭർത്താവ് ഭാര്യേനെ കുറ്റം പറഞ്ഞാലൊന്നും അവൾ മാറാൻ പോണില്ല, ഭാര്യ ഭർത്താവിനെ കുറ്റം പറഞ്ഞാലും മാറാൻ പോണില്ല. നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണിത്? 25 വർഷമായി കല്യാണം കഴിച്ചിട്ട് അന്ന് മുതൽ എന്ന് ഞാൻ പറയണതാണ് ഇത് ചെയ്യരുത്, പിന്നെ നിനക്ക് മനസ്സിലായിക്കൂടെ? എൻ്റെ ചേട്ടാ, എനിക്കും ചെയ്യണമെന്ന് ആഗ്രഹമില്ല, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തു പോകണം. പാവയ്ക്കയുടെ കയ്പ് മാറ്റാൻ പറ്റുമോ? പാവയ്ക്കയും വെള്ളിരിക്കയും രണ്ടും അതുപോലെ തന്നെ. എന്ന പോലെ നമ്മളിൽ നമുക്ക് മാറ്റാൻ പറ്റാത്ത ഒരുപാട് അവസ്ഥാവിശേഷങ്ങളുണ്ട്. അതുണ്ടായത് വീണ്ടും അണലിപ്പാമ്പിൻ പൈതങ്ങളെ നിങ്ങൾ എപ്പടി നന്മ ചെയ്യ മുടിയും? ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ ഭയങ്കര പ്രതീക്ഷകളോടുകൂടി ആയിരിക്കും. ഒരിക്കൽ ഞാൻ ഡിവൈനിൽ ആ ടോക്കിലേക്ക് കയറണില്ല ദൈവം, രാവിലെ മുതൽ പുതിയ സൃഷ്ടിയാക്കണ എൻ്റെ ഉദ്ദേശത്തിലേക്ക് മുഴുവനും വരണില്ല. ഇപ്പോൾ ഇതേ പെരിന്തൽമണ്ണക്കാരൻ ഒരാൾ ഡിവൈനിൽ ധ്യാനം കൂടി, എല്ലാവരും സാക്ഷ്യം പറഞ്ഞു. ഇയാൾ വന്നിട്ട് പറയണം, ബ്രദർ എനിക്കൊരനുഭവമില്ലല്ലോ, എല്ലാവരും ഭയങ്കര അനുഭവം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ചേടാ 5 ദിവസം ഈ തോമസ് പോൾ ബ്രദറിൻ്റെ ധ്യാനം കൂടിയിട്ട് നിനക്കൊരനുഭവം ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ രാജിവെക്കേണ്ടി വരുമ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസമായി. ഇവന് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പറയാണ്, ബ്രദറെ എനിക്കൊരനുഭവമില്ല, എല്ലാവരും വന്ന് പങ്കുവയ്ക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, വിഷമിക്കണ്ട, ഉണ്ടാവും. അതിൻ്റെ അടുത്ത ആഴ്ച വീണ്ടും അവിടെ ധ്യാനം ഉണ്ടായിരുന്നു. 2 ആഴ്ച കണ്ടിന്യൂസ് ധ്യാനമാണ്. അടുത്ത ആഴ്ച ഇവൻ ഓടി വന്നിരിക്കുകയാണ്, ബ്രദറെ എനിക്ക് ഭയങ്കര അനുഭവമായി. എപ്പോഴനുഭവമായേ? ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ. അതാണ് ഞാൻ പറയാൻ വന്നത്. ഇപ്പം നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോഴത്തെ സീനാണ്. എന്തായിരിക്കാം അവിടുത്തെ സീൻ? വീട്ടിൽ ചെന്നപ്പോൾ ഭാര്യ എന്നെ കണ്ടിട്ട് പറയാണ്, ഇത് എന്ത് പറ്റി, നിങ്ങളാകെ മാറിപ്പോയല്ലോ. അപ്പോഴാണ് എനിക്ക് അനുഭവമായത്. അവൾക്ക് എന്നോട് ഭയങ്കര സ്നേഹം. ഞങ്ങൾ രാത്രി മുഴുവൻ ഇരുന്ന് വർത്താനം പറയാൻ മാത്രമല്ല, ഞങ്ങളുടെ ഒരു പുതിയ ഹണിമൂണായി. ഇതുപോലെ ഒരു സ്നേഹാനുഭവം എനിക്കുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാനത് പറയാൻ വേണ്ടി വീണ്ടും പെരിന്തൽമണ്ണ എന്നിവിടെ വന്നിരിക്കുകയാണ്. ഇവിടെയും പലർക്കും ഒരനുഭവം ഇല്ലാണ്ടിരിക്കുന്നുണ്ടാവും. എന്ന് വെച്ചാൽ നമുക്കങ്ങനെ പറയാവുന്ന, അതുകൊണ്ടായിരിക്കും ഇവിടെ ഒന്നും പറയാത്തത്. പക്ഷേ വീട്ടിൽ ചെല്ലുമ്പോൾ ഒന്ന് അറിയണം. പക്ഷെ അത് കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ പറയാനൊന്നും ആളുണ്ടാവില്ല ഇവിടെ. എന്നാലും വീട്ടിൽ ചെല്ലുമ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യമുണ്ട്. എങ്ങനെയാണ് നമ്മൾ രൂപാന്തരീകരിക്കപ്പെട്ടു എന്ന് നമുക്കെങ്ങനെ മനസ്സിലാകുക? നമുക്കല്ല മനസ്സിലാകുക. ആർക്കാ മനസ്സിലാകുക? നമ്മോട് അടുത്ത് പരിചയിക്കുന്ന ആളുകൾക്കാണ് മനസ്സിലാവുക.
അത് കഴിയുന്നതും നമ്മുടെ ജീവിത പങ്കാളിക്കായിരിക്കും ആദ്യം മനസ്സിലാകുക. കമ്മ്യൂണിറ്റിയിൽ സിസ്റ്റേഴ്സിനെയൊക്കെ മനസ്സിലാവും, ഇത് സിസ്റ്റർ ആകെ മാറിപ്പോയല്ലോ, ചെല്ലുമ്പോൾ കണ്ടോട്ടെ, എനിക്കൊന്ന് വിളിച്ച് പറയണമെന്ന്. അപ്പോൾ ഇതാണ് യഥാർത്ഥ ദൈവാനുഭവം എന്ന് പറഞ്ഞ് ഇവിടെ വരുമ്പോൾ ദൈവാനുഭവം ഇല്ലയെന്നല്ല, നമ്മൾ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യണമെന്ന് അല്ല, മറ്റുള്ളവർ നമുക്ക് എന്ത് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അത് അങ്ങോട്ട് ചെയ്യുന്നവരായിട്ട് നമ്മൾ മാറും. അധികം സംഭാഷണത്തിനൊക്കെ പോയാൽ പ്രശ്നമാവും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുമെന്നുള്ളതിനെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മുഴുവനും ഉള്ള ഒരു സ്വർണ്ണരേഖ പോലെ അതിൽ ഉള്ള ഒരു അവസ്ഥയാണ് പുതിയ സൃഷ്ടിയാവുക. ഞാനിത് ഓടിച്ച് പറയാൻ പോവുകയാണിപ്പോൾ. ഇതിലൂടെ യോഹന്നാൻ്റെ സുവിശേഷം മുഴുവനും നിങ്ങൾ യാത്ര ചെയ്യുന്നതായിരിക്കും. ഒന്ന് കൈവീശി കാണിച്ച്. ഉച്ചയ്ക്ക് ചോറുണ്ണാനായിട്ട് അരിയിട്ടോ, അരിയിട്ടോ, അതുകൊണ്ട് സൂക്ഷിച്ചിരിക്കണേ, അത് കത്തിപ്പോകാണ്ട്, അതുകൊണ്ട് ഉറങ്ങാതിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഉറങ്ങില്ലല്ലോ, കാരണം ഉച്ചയ്ക്ക് ഭക്ഷണത്തിനുള്ള പരിപാടികൾ കിച്ചണിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള അവസ്ഥ ആണ് ഇപ്പോൾ നമ്മുടെ ലേഡീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്. ഇവിടെ പിന്നെ ഉച്ചയ്ക്ക് മുമ്പ് ഉറങ്ങണ പ്രശ്നമില്ല നമുക്കില്ലേ. ഒന്ന് കൈവീശി കാണിച്ച്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, പുതിയ സൃഷ്ടിയാവുക എന്നതാണ് സർവപ്രധാനം. ഞാൻ വിശ്വസിക്കുന്നു. ഓ യേശുവേ, ഓ പരിശുദ്ധാത്മാവേ, എന്നെ പുതിയ സൃഷ്ടിയാക്കണമേ. ഇപ്പം ആ പാട്ടൊന്ന് പാടിയെ, ജീവിക്കും ദൈവത്തിൻ്റെ അരൂപിയെ ഉരുക്കി വാർക്കണേ എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്. എന്തിനാണ് ഉരുക്കണേ? എന്നാലേ പുതിയ സൃഷ്ടിയാവുള്ളൂ. ജീവിക്കും എല്ലാവരും നവ്യമാ